തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ജില്ലാ ആസ്ഥാനമായ കണ്ണൂരിന് നീതി നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാരിൽ നിന്നും ഉണ്ടാവുന്നതെന്ന് കേരള ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് CK രത്നാകരൻ. കണ്ണൂരിന് അനുവദിച്ച ഡിജിറ്റൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ കോടതി തലശ്ശേരിയിലേക്ക് മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ബാറിലെ അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമലംഘനത്തെ തുടർന്നുള്ള ഏത് പ്രത്യാഘാതവും നേരിടാൻ കണ്ണൂരിലെ അഭിഭാഷക സമൂഹം തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമരത്തിന്റെ രൂപം മാറും, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം. യാതൊരു ന്യായീകരണവുമില്ലാതെ തീർത്തും ഏകപക്ഷീയമായും ജനാധിപത്യ വിരുദ്ധവുമായാണ് കോടതി മാറ്റിയതെന്ന് അഡ്വക്കേറ്റ് CK രത്നാകരൻ പറഞ്ഞു. പിന്നീട് പുതിയ തലമുറ അത് ആത്മാർത്ഥമായി ശ്രമിച്ചു എങ്കിലും തരാമെന്നായപ്പോൾ ഒരു തവണ സർക്കാർ കണ്ണൂർ സബ് കോടതി അനുവദിച്ചതായിരുന്നു. പിന്നീട് അത് ക്യാൻസലാക്കി. പിന്നീട് നമുക്ക് ആ സബ് കോടതി കിട്ടുവാൻ കേരള ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. അങ്ങനെ ഓരോ കോടതിയും ഞങ്ങൾ നേടിയെടുത്തത് കോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണ്. അന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ജില്ലാ രൂപീകരണ സമയത്ത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് കളക്ടറേറ്റ് കണ്ണൂരും കോടതി തലശ്ശേരിയും എന്നായിരുന്നു. ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ച് ഞങ്ങൾക്ക് കോടതി തരുന്നത് നീട്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് തളിപ്പറമ്പിൽ ജില്ലാ കോടതി വന്നു. എന്നാൽ കണ്ണൂരിൽ ജില്ലാ കോടതി രൂപീകരിക്കുകയുണ്ടായില്ല. ഇന്ത്യയിൽ ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ കോടതി ഇല്ലാത്ത ഒരേ ഒരു ജില്ല കണ്ണൂരാണ്. ഇപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം, തലശ്ശേരിയിൽ കളക്ടറേറ്റിന്റെ ഒരു 3/4 ഭാഗവും എല്ലാ ഫംഗ്ഷനിങ്ങും ഇപ്പോൾ തലശ്ശേരി നടക്കുന്നുണ്ട്. പക്ഷെ കോടതിയുടെ കാര്യത്തിൽ മാത്രം പറയുമ്പോൾ അന്നത്തെ ഉത്തരവ് പറഞ്ഞ് ഞങ്ങളെ വെറുതെ ഓരോ കാരണം പറഞ്ഞ് നമുക്കുള്ള കോടതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ എന്ത് കണ്ടംപററി കോടതി ആക്ഷൻ വന്നു കഴിഞ്ഞാലും കണ്ണൂരിലുള്ള എല്ലാ അഭിഭാഷകരും ഒറ്റക്കെട്ടായി അതിനെ നേരിടാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച അഭിഭാഷക സംഘത്തോട് ചരിത്രം അറിയില്ലേ എന്ന മറുപടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷനായ കസ്തൂരിദേവൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാനെത്തിയ 6 അംഗ അഭിഭാഷക സംഘത്തോട് ഇരിക്കാൻ പറയാനുള്ള മര്യാദ പോലും മുഖ്യമന്ത്രി കാണിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹൈക്കോടതി രജിസ്ട്രാറിൽ നിന്നുപോലും സമരത്തിൽ നിന്ന് പിന്മാറാനും ഭാവിയിൽ ഇത്തരം സമരപരിപാടികൾ നടത്തരുതെന്നുമുള്ള സന്ദേശമാണ് ഫോൺ സംഭാഷണത്തിലൂടെ ഉണ്ടായതെന്നും കസ്തൂരിദേവൻ പറഞ്ഞു. കണ്ണൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി GV പങ്കജാക്ഷൻ, അഭിഭാഷകരായ KK ബൽറാം, C കൃഷ്ണൻ, PP വേണു, EP ഹംസക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ധർണയിൽ ബാർ അസോസിയേഷൻ ഭാരവാഹികളും അഭിഭാഷക സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി അഭിഭാഷകർ അണിനിരന്നു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.